ഇവർക്കും കൃത്യമായ നമസ്കാരം. യുദ്ധം വരുമ്പോഴും ക്രിക്കറ്റ് കളി കാണുമ്പോഴുമാണ് പലർക്കും ഇന്ത്യ എന്ന വികാരം ഉണ്ടാകുന്നത്. എന്നാൽ ഒരു ജവാനെ സംബന്ധിച്ച് അവരുടെ ശ്വാസത്തിൽ പോലും ഇന്ത്യ എന്ന വികാരം മാത്രമായിരിക്കും. മാതൃഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പല തവണ ജീവൻ നഷ്ടമാകുമായിരുന്നിട്ടും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്ന ഒരു ധീര സൈനികനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. റിട്ടയർഡ് കേണൽ എസ് ഡിന്നി സാർ. നമസ്കാരം സാർ. സാർ, നമ്മുടെ അറിവിൽ സാർ ഇപ്പോൾ ഒരു ഫൈറ്റർ പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹിച്ചെന്ന് കേട്ടിരുന്നു. പക്ഷെ സാർ വന്നിട്ടുള്ളത് എന്തുകൊണ്ടോ കർമ്മം കൊണ്ട് ഒരു ഗ്രൗണ്ട് ഫൈറ്റർ ആയിട്ടാണ്. ഇതെങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്? ഇത് സത്യത്തിൽ പറഞ്ഞാൽ സനിൽ പറഞ്ഞ പോലെ എനിക്ക് ജീവിതത്തിൽ ഒരു ഫൈറ്റർ പൈലറ്റ് ആവാൻ തന്നെയായിരുന്നു. എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അപ്പം ഞാൻ വളർന്നതെല്ലാം എയർഫോഴ്സ് കണ്ടോൺമെന്റ്സിലാണ്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴും ഫൈറ്റർ പ്ലെയിൻസ് ഇങ്ങനെ പറക്കുന്നത്, രാത്രി പറക്കുന്നതും അവർ വന്ന് പോകുന്നതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മൊത്തം കണ്ടിട്ടുള്ളത്. അപ്പം അന്ന് നമുക്കൊരു ക്രേസ് ആയിരുന്നു ഈ ഫൈറ്റർ പൈലറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം വേറെ ആയിരുന്നു. ഞാൻ ആ ഫൈറ്റർ പൈലറ്റ്സിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയ്ക്ക് NCCയിൽ ഞാനുണ്ടായിരുന്നു. NCCയിൽ ഞാൻ എയർ കെഡറ്റിനായിരുന്നു ട്രിവാൻഡ്രത്ത്. അങ്ങനെ നമ്മൾ ഒരു ഓഫീസർ ആവാൻ വേണ്ടി, ഫൈറ്റർ പൈലറ്റ് ആവാൻ വേണ്ടി നമ്മൾ PABT അല്ലെങ്കിൽ പൈലറ്റ് ആപ്റ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് എന്നുള്ളൊരു പൈലറ്റ് ആവേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട്. അതിനു വേണ്ടി പോയി. പക്ഷെ അതിന് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അത് എന്തോ കാരണങ്ങളും ഉണ്ട്. വളരെ അത്ര ടഫൊന്നും അല്ല. പക്ഷെ അന്നത്തെ ഒരു ദിവസം, ആ ഒരു ദിവസത്തിൻ്റെ ഒരു ഇതാവാം, അന്ന് ആ ടെസ്റ്റ് എനിക്ക് കിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ഗ്ലൈഡിങ്ങും മറ്റു കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് എനിക്ക് അന്ന് കിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്കൊരിക്കലും പിന്നെ പൈലറ്റ് ആവാൻ പറ്റില്ല എന്നുള്ളതായി. പക്ഷെ അങ്ങനെ വീണ്ടും ഒരു ചോദ്യം മുന്നിലിൻ്റെ അടുത്ത എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരമായിട്ടായിരുന്നു അന്ന് ഞാൻ ഈ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷനും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോമിൻ്റെ കൂടെ ഉള്ളൊരു വളരെ ഒരു പാഷൻ നമുക്ക് അന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് താഴെ നിന്നെങ്കിലും യുദ്ധം അല്ലെങ്കിൽ നമുക്ക് ഒരു ഫൈറ്റർ ആവാം എന്നുള്ള ഒരു വെച്ചിട്ട് തന്നെയാണ് ആർമി ജോയിൻ ചെയ്തത്. അന്ന് ആർമി ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ആർമിയെ കുറിച്ച് വലിയൊരു ധാരണയില്ലായിരുന്നു. കാരണം നമ്മൾ കണ്ടതെല്ലാം എയർഫോഴ്സ് ലൈഫായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ട്രെയിനിങ് അക്കാഡമിയിൽ, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ദേഹ്രാദൂണിൽ ചെല്ലുകയും അവിടെ എൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ടർ അന്നത്തെ ക്യാപ്റ്റൻ അഭിജിത്ത് പെൻഡാർക്കർ എന്ന ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഞങ്ങളെയൊക്കെ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ വല്ല ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹമാണ് എന്നെ ഇൻഫൻട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് സാധാരണക്കാർക്ക് അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് സാധാരണക്കാർക്ക് അറിയാവുന്ന ഒരാളുണ്ട്. അത് മിസ്റ്റർ രാഹുൽ ദ്രവിഡാണ്. രാഹുൽ ദ്രവിഡിന്റെ ബ്രദർ ഇൻ ലോ ആണ് ഈ ജനറൽ പണ്ടാർക്കർ. ഇപ്പൊ അദ്ദേഹം ജനറൽ പണ്ടാർക്കറാണ്. അപ്പൊ അദ്ദേഹമാണ് എന്നെ ഇൻഫൻട്രിയിലേക്ക് വരണം എന്ന് എന്നിൽ എന്തോ കണ്ടു കാണുമ്പോൾ അദ്ദേഹം ഒരു ഇൻഫൻട്രി ഓഫീസറായിരുന്നു. അസാം റെജിമെന്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ഇൻഫൻട്രി ഓഫീസറായിരുന്നു. പക്ഷെ അദ്ദേഹം നമ്മളെപ്പോലുള്ള കാഡറ്റ്സിനെ, പ്രത്യേകിച്ച് എന്നെ അദ്ദേഹം ഇൻഫൻട്രിയിൽ കൊണ്ടുവരണമെന്നുള്ള വളരെ ഒരു പ്രയത്നം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇൻഫൻട്രിയിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് ഇൻഫൻട്രി എന്താണെന്നോ അല്ലെങ്കിൽ ഇൻഫൻട്രി ആ ഓഫീസറിനെ മാത്രം കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർ ആവുന്നത്. പക്ഷെ പിന്നീട് അത് എനിക്ക് ദൈവത്തിന്റെ ഒരു ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നന്ദിയേ ഉള്ളൂ. കാരണം ഞാൻ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. ഞാൻ അത് കഴിഞ്ഞിട്ട് രാജ്പൂത് റെജിമെന്റിൽ ജോയിൻ ചെയ്തു. 14 രാജ്പൂത് ആയിരുന്നു എൻ്റെ ബറ്റാലിയൻ. അതായിരുന്നു എനിക്ക് കിട്ടിയ ബറ്റാലിയൻ. ആ ബറ്റാലിയനിലെ ജവാന്മാരുമായിട്ട് അന്ന് ചെറുതിലെ മുട്ടേ, അതായത് നമ്മൾ ലെഫ്റ്റനന്റ് ആയിട്ടാണ് കയറുന്നത്. അവർ വരുന്ന സിപ്പായി ആയിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. പിന്നെ അതേ ബറ്റാലിയന്റെ കമാൻഡിങ് ഓഫീസറായിട്ടാണ് ഞാൻ പിന്നെ 17 വർഷം അവിടെ സർവീസ് ചെയ്തത്. ആ ബറ്റാലിയനിലെ കമാൻഡിങ് ഓഫീസറായിട്ടാണ് ഞങ്ങൾ പുറത്തു വരുന്നത്. ആ ബറ്റാലിയന്റെ കൂടെ ഞാൻ കശ്മീരിലായാലും, ജമ്മു കശ്മീരിലായാലും ശരി, അസാമിലായാലും ശരി, ചൈന ബോർഡർ ആയാലും ശരി, അങ്ങനെ പല സ്ഥലത്ത്, മീററ്റ് പോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ഒരുമിച്ച് ഫുട്ബോളും കളിച്ചിട്ടുണ്ട്, ടെററിസ്റ്റിന്റെ ബാക്കിൽ ഓടിയിട്ടുണ്ട്, ചൈനീസിനെ തള്ളി വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു ബറ്റാലിയൻ. അപ്പൊ അത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് 14 രാജ്പൂത്. ഇങ്ങനെയാണ് സാർ എൻട്രി ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് സാർ പാസിംഗ് ഔട്ട് നടക്കുന്നത് കാശ്മീരിൽ നമ്മുടെ കാർഗിൽ യുദ്ധ സമയത്താണെന്ന്. അപ്പൊ അതിൽ സാറിന്റെ ഒരു അനുഭവം എന്താണ്? കാശ്മീരിൽ പോകുന്നതും ഈ കാർഗിലുമായിട്ടുള്ള സംഭവം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഞങ്ങള് ട്രെയിനിങ് നടക്കുന്ന സമയത്താണ് ഈ കാർഗിൽ യുദ്ധം തുടങ്ങുന്നത്. അതായത് മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ യുദ്ധത്തിന്റെ ഞങ്ങൾ ജൂണിൽ പാസ് ഔട്ട് ആവാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ എന്റെയൊക്കെ തൊട്ട് സീനിയർ ബാച്ച് എല്ലാ 6 മാസം ആകുമ്പോൾ ഓരോ ബാച്ച് അവിടുന്ന് പാസ് ഔട്ട് ആവും അക്കാഡമിയിൽ നിന്ന്, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. അപ്പൊ ഞങ്ങളെയൊക്കെ തൊട്ട് സീനിയർ ബാച്ച് ആയിരുന്നു. ഈ 1-2 ബാച്ചുകളാണ് ക്യാപ്റ്റൻ വിക്രം ബത്രെ പോലുള്ള ആളുകൾ, ലെഫ്റ്റനന്റ് പാണ്ഡെ പോലുള്ള ആളുകൾ, ഇതെല്ലാം നമ്മുടെ സീനിയേഴ്സ് ആയിട്ട് പോയിട്ടുള്ളവർ ആണ്. അപ്പൊ ഞങ്ങളൊക്കെ അക്കാഡമിയിൽ ആയിരുന്നപ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിരുന്നു. അതായത് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിൽ തന്നെ പലരും നമുക്കറിയാം അങ്ങോട്ട് പോകേണ്ടി വരും എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു.
ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് ജൂൺ മാസത്തിൽ ഞങ്ങൾക്ക് പാസിംഗ് ഔട്ട് ആയ സമയത്ത് എൻ്റെ ബറ്റാലിയൻ അങ്ങോട്ട് പോകുന്നുള്ള ഇൻസ്ട്രക്ഷനാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ യൂണിറ്റിൽ വിളിച്ചപ്പം എൻ്റെ കമാൻഡിങ് ഓഫീസർ ഇന്ന് ബ്രിഗേഡിയർ പി സതീഷ് സർ, അദ്ദേഹം ട്രിവാൻഡ്രത്ത് ഉള്ളതാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യത്തെ കമാൻഡിങ് ഓഫീസർ. അദ്ദേഹം അന്ന് പറഞ്ഞു യൂണിറ്റ് എങ്ങോട്ടാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണം വരാൻ. കാരണം യൂണിറ്റ് കുറെ ബറ്റാലിയനിലെ ഭാഗം ഓൾറെഡി കശ്മീർ എത്തിക്കഴിഞ്ഞിരുന്നു. ബാക്കി ഭാഗം അന്ന് നോർത്ത് ഈസ്റ്റിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഈ യുദ്ധം നടക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും ഒക്കെ ഉണ്ട്, എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ യൂണിറ്റ് ഒരു കൗണ്ടർ ടെററിസം ഓപ്പറേഷന് വേണ്ടി പോകാൻ വേണ്ടിയുള്ള ഒരു രീതിയിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഈ കാർഗിൽ യുദ്ധം നടന്നുകൊണ്ട് അവിടുത്തെ കുറെ ബറ്റാലിയനെ കാർഗിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പം എൻ്റെ യൂണിറ്റും ഒരു റിസർവ് ബറ്റാലിയൻ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പം ഞങ്ങൾക്ക് നിയോഗിച്ചത് ആ കാർഗിൽ സമയത്ത് ഈ കാശ്മീർ താഴ്വാര അന്ന് ടെററിസ്റ്റ് കൊണ്ട് ഫുൾ ആയിരിക്കുന്ന സമയമാണ്. കാരണം ഇവിടുത്തെ ബറ്റാലിയൻസ് എല്ലാം പോയപ്പോൾ അവിടെ ഈ സൈനികർ കുറഞ്ഞു. അങ്ങനെ ആ ഒരു ടൈമിൽ പിന്നീട് നമുക്ക് അവിടെ നിയോഗം കിട്ടിയത് അവിടുത്തെ കൗണ്ടർ ടെററിസം ഓപ്പറേഷനാണ്. അപ്പൊ ഇന്നും നമ്മൾ ആ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2001, അതായത് കാർഗിൽ നടന്നത് 99-ലാണ്. 99 കഴിഞ്ഞ് 99 ഡിസംബർ, 2000 ജനുവരി, 2000-ലെ വർഷം നോക്കുകയാണെങ്കിൽ 2001-ലെ വർഷം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ള കാശ്മീരിലെ ഈ 30-35 വർഷം തൊട്ടുള്ള നടക്കുന്നതിന്റെ സംഭവത്തിൽ ആ ഒരു പീരീഡാണ് ഏറ്റവും കൂടുതൽ ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ളത്. സെക്യൂരിറ്റി ഫോഴ്സസിന്റെ കാഷ്വാലിറ്റീസ്, സിവിലിയൻ കാഷ്വാലിറ്റീസ്, ഏറ്റവും കൂടുതൽ IED ബ്ലാസ്റ്റ് നടന്ന സമയം, ഏറ്റവും കൂടുതൽ വയലൻസ് നടന്ന സമയമാണ് ഈ പീരീഡിൽ. ആ പീരീഡിൽ സമയത്താണ് എൻ്റെ ബറ്റാലിയനും ഞങ്ങളും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ തന്നെ ഏകദേശം 70+ തീവ്രവാദികളെ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു. പക്ഷെ എൻ്റെ ബറ്റാലിയനിലും 2 ഓഫീസറും 5 ജവാന്മാർക്കും അവരും വീരമൃത്യു ആയി. എൻ്റെ കൂടെ പാസ് ഔട്ടായ എൻ്റെ കോസ്റ്റ്മേറ്റ് ലഫ്റ്റനന്റ് നവനീത് റായ് എന്ന് പറയുന്ന എൻ്റെ കോസ്റ്റ്മേറ്റ്, അദ്ദേഹം ആർമി സർവീസസ് കോറിന്റെ ഓഫീസറായിരുന്നു. ആ ഓഫീസർ അറ്റാച്ച്മെന്റ് വന്ന ഓഫീസറാണ്. അദ്ദേഹം അവിടെ വീരമൃത്യുവായത്. എൻ്റെ സീനിയർ ആയിട്ടുള്ള ക്യാപ്റ്റൻ രമേശ് ചന്ദ്ര, എൻ്റെ ഇമ്മീഡിയറ്റ് സീനിയർ ആയിരുന്നു, അദ്ദേഹം അവിടെ. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഘാതക് പ്ലട്ടൂൺ ഉണ്ടായിരുന്ന 1-2 സന്ദീപ് പോലത്തെ, അശോക് എന്നൊക്കെ പറയുന്ന ജവാന്മാർ, അവരൊക്കെ അവിടെ വീരമൃത്യുവായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പീരീഡിലാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ കാർഗിൽ യുദ്ധത്തിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും ആ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ് ഞങ്ങളെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. സാർ ഇപ്പോൾ പറഞ്ഞ സമയത്ത് ഘാതക് പ്ലാറ്റ്ഫോം എന്നൊരു വാക്ക് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നൊരു കമാൻഡോ വിങ് ആണെന്ന് തോന്നുന്നു. നമ്മൾ NST പോലുള്ള കമാൻഡോ വിങ് ധാരാളമായി കേട്ടിട്ടുണ്ട്. ഈ ഘാതക് പ്ലാറ്റ്ഫോം എന്നുള്ളത് അധികമാരും കേട്ടിട്ടില്ല. ശരിക്കും എന്താണ് ഈ ഘാതക് പ്ലാറ്റ്ഫോം, അതിന്റെ റോൾ എന്താണ്? ഘാതക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലർ എന്നാണ്, അതായത് അതിന്റെ ഒരു മീനിങ്. ഘാതക് എന്ന് പറഞ്ഞാൽ വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്നുള്ളത്, ഡെഡ്ലി എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്. അപ്പം നമ്മളെ ഇൻഫൻട്രി ബറ്റാലിയൻസിൽ എല്ലാ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട് ഇൻഫൻട്രിയിൽ. അതായത് ഒരു ബോംബ് വെക്കുന്നതിന്റെ ആളുണ്ട്, ആ ബോംബ് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ആളുണ്ട്, സിഗ്നൽസിൽ അതായത് റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആളുണ്ട്, ഇനി മെഡിക്കലായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതിന് ആളുകളുണ്ട്. അങ്ങനെ ഓരോ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നേരത്തെ സനിൽ പറഞ്ഞ പോലെ ഇപ്പം NSG എന്ന് പറഞ്ഞാൽ അവരൊരു സ്പെഷ്യലിസ്റ്റ് യൂണിറ്റ് ആണ്. ചെറിയ ടീം പോയി ഒരു കമാൻഡോ ഓപ്പറേഷനിൽ പോകാൻ പറ്റും. അപ്പൊ അവർക്ക് ചെന്ന് ആരെങ്കിലും റെസ്ക്യൂ ചെയ്യണം, അല്ലെങ്കിൽ ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യണം. അത് ചെറിയ ടീമാണ്. വലിയ ടീം ആ പോകുമ്പോൾ ചിലപ്പോൾ അത്രയും ഒരു സക്സസ്ഫുൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ചെറിയ ടീംസിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഘാതക് പറഞ്ഞത്. അപ്പൊ ഓരോ ഇൻഫൻട്രി ബറ്റാലിയനും ഒരു ടീം, ഈ ഘാതക് എന്ന് പറഞ്ഞ ഒരു ടീം അവർ ചെയ്യും. അപ്പൊ അവരെ സെലക്ട് ചെയ്യുന്നത് അവരുടെ മോട്ടിവേഷൻ നോക്കി, അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കി, അവർക്ക് എത്രമാത്രം സ്കിൽസ് ഉണ്ടെന്ന് നോക്കിയിട്ടൊക്കെയാണ് അവർ ആ ബറ്റാലിയനിൽ ഈ സൈനികരെ സെലക്ട് ചെയ്ത് ആ ടീമിന്റെ ഭാഗമാക്കുന്നത്. അവർ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യുന്നത് അത് എനിക്ക് അത് കാണണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾ ആ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആ ബറ്റാലിയനിൽ നിങ്ങളെ ഘാതക്കിലാവും. സാധാരണ പുതിയതായിട്ട് വരുന്ന ജവാന്മാർക്ക് വളരെ നല്ല ജോഷായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അവർ വരും. പിന്നെ അവർക്ക് നമുക്ക് ഫിസിക്കൽസ് ആയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓഫീസർ ആകുമ്പോൾ അവർ കമാൻഡോ കോഴ്സ് ഉണ്ട്. ഇപ്പൊ എന്നെ പോലെ ഒരു ഓഫീസർ അതിന്റെ ഭാഗമായിരുന്ന സമയത്ത് ഞാൻ കമാൻഡോ കോഴ്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ കമാൻഡോ കോഴ്സ് പറയുന്നത് ബെൽഗാമിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത് കർണാടക, അവിടെയാണ് കമാൻഡോ സ്കൂൾ എന്ന് പറയുന്നത് ഇൻഫൻട്രി. അപ്പൊ ഇൻഫൻട്രി ഓഫീസേഴ്സിന് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. മറ്റുള്ള ഓഫീസേഴ്സിന് അത് മാൻഡേറ്ററി അല്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള അത് മാൻഡേറ്ററി. ഏകദേശം 40 ദിവസം ഉള്ള ഒരു കോഴ്സാണ്. ആ 40 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വളരെ ദൈവത്തിനേക്ക് അടുത്തറിയുന്ന ഒരു രീതിയിൽ ഭയങ്കര ടഫ് കോഴ്സാണ്. ഭയങ്കര ടഫ് കോഴ്സാണ്. അതായത് അതിനകത്ത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളെ ഫുൾ ബ്രേക്ക് ചെയ്ത്
എന്നിട്ട് നമുക്ക് എന്ത് നേരിടാൻ പറ്റുന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു കോഴ്സാണ് ഈ കമാൻഡോ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 40 കിലോമീറ്റർ 20 കിലോ വെച്ചിട്ട് നമുക്ക് ഓടാനും, അല്ലെങ്കിൽ രാത്രി മൊത്തം ഉറങ്ങാതെ 2-3 ദിവസമൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും, പിന്നെ ഒരു കാട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ച് വരാനുള്ള നാവിഗേഷൻ സ്കിൽസും, പിന്നെ നിങ്ങൾ കാട്ടിൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ അവിടുത്തെ സാധനങ്ങൾ കഴിച്ച് നിങ്ങൾക്ക് എങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അൺആംഡ് കോമ്പാറ്റ്, ആയുധമൊന്നും ഇല്ലാതെ നിങ്ങൾ ഒരാളെ എങ്ങനെ കൊല്ല ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഇങ്ങനത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന. മെന്റലി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആണ്. നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ആദ്യത്തെ ദിവസം നിങ്ങൾ PT തുടങ്ങുന്ന 6 മണിക്കായിരിക്കും, പിന്നെ അത് 5:30 ആവും, പിന്നെ 5, 4:30, 3, 2:30, 2 മണി അങ്ങനെയൊക്കെ പോകും. അപ്പൊ രാത്രി നിങ്ങളെ വിടുന്നത് 12 മണി 1 മണി. അപ്പൊ ടോട്ടലി നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് ഒക്കെ മാറ്റാനും അത്രയും ടഫ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കോഴ്സിൽ നിന്ന് വരുന്ന ഓഫീസേഴ്സിന്റെ ഒരു ലെഡ് ആയിരിക്കും ഈ ഘാതക് ടീം. അപ്പൊ അത് വളരെ സ്മോൾ ടീമാണ്, ചെറിയൊരു ടീമാണ്. ആ ടീമിനകത്ത് വളരെ നല്ല ബോണ്ടിങ് ആണ്. അവർ തമ്മിലുള്ള ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം എപ്പോഴും അവർ ഒരുമിച്ചാണ്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 21 പേരാണ്. 30 പേരാണ് പ്ലട്ടൂണിലൊക്കെ വരുന്നത്, പക്ഷെ ഒരു 21 പേരാണ് സാധാരണ നിലവിലുള്ളത്. അപ്പൊ അവർ ഒരുമിച്ചായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. അപ്പൊ ഓഫീസർ ആയാലും ശരി, യങ് ഓഫീസർ ആകുമ്പോൾ, ക്യാപ്റ്റനൊക്കെ ആകുമ്പോൾ അവർ ആ ജവാന്മാർ കൂടെ തന്നെ എപ്പോഴും നിൽക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞങ്ങളൊക്കെ ആ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇപ്പൊ പുറത്ത് ദിവസങ്ങളോളം ഓപ്പറേഷനിൽ പോയിട്ടുണ്ട്. പുറത്ത് പോകുമ്പോൾ ഒന്നും എന്ത് കഴിക്കാനോ അതൊന്നും ആയിട്ടില്ല. നമ്മൾ അവിടെ തന്നെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കുകയും, അന്നൊക്കെ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു, ആപ്പിൾ കഴിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ. അപ്പം 4, 5, 6 ദിവസമൊക്കെ നമ്മൾ പുറത്ത് ഓപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ. കാരണം നമ്മൾ എല്ലാ ദിവസവും വന്നും പോയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് ലീക്ക് ആവും. അപ്പൊ നമ്മൾ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ ഒരു 5-6 ദിവസത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ കിടക്കുന്നതൊക്കെ ചിലപ്പം ഈ പശുക്കളെയൊക്കെ ഇടുന്ന സ്ഥലമുണ്ട്, ഡോക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഡോക്കിനകത്തായിരിക്കും നമ്മളും കിടക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളും ജവാൻസും ഓഫീസറും എല്ലാവരും ഒരുമിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് വെച്ചിട്ടുള്ള ഒരു ടീമാണ്. അപ്പം അങ്ങനെ ഈ ഘാതക് ടീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണ്, അതായത് ഒരു ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഒരു സ്കിൽ സെറ്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് സ്നൈപ്പേഴ്സ് ഉണ്ട്, പിന്നെ അവർക്ക് വേറെ റോക്കറ്റ് ലോഞ്ചേഴ്സ്, അങ്ങനത്തെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഉണ്ട്. സോ ട്രെയിനിങ് പ്ലസ് എക്യുപ്മെന്റ് പ്ലസ് മോട്ടിവേഷൻ, ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു ചെറിയ ടീമിലേക്ക് വരുമ്പോഴാണ് അത് ഘാതക് ടീമായി മാറുന്നത്. അതിന്റെ തന്നെ ഒരു ഫുൾ ബറ്റാലിയൻ അങ്ങനെ ആവുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ടീം ആവുന്നത്. ഇപ്പൊ ഘാതക് ബറ്റാലിയൻ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഘാതകിന്റെ ഇൻഫൻട്രി ബറ്റാലിയന്റെ ഒരു ചെറിയ ടീമാണ്. പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ടീമുകൾ അങ്ങനെ തന്നെ വരുമ്പോഴാണ് ഈ സ്പെഷ്യൽ ഫോഴ്സസിന്റെ ബറ്റാലിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NSG എന്ന് പറയുന്നത്. അവരെല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ആ രീതി. പക്ഷെ അവരുടെ ടാസ്ക് വേറെ വേറെ ആയിരിക്കും. ഇപ്പൊ NSG എന്ന് പറഞ്ഞാൽ അവർക്കൊരു കൗണ്ടർ ടെററിസം കാണും, അല്ലെങ്കിൽ കൗണ്ടർ ആന്റി ഹൈജാക്കിംഗ് ആയിരിക്കും, അങ്ങനെ, അല്ലെങ്കിൽ VIP പ്രൊട്ടക്ഷൻ ആയിരിക്കും, അങ്ങനെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഘാതക് അങ്ങനത്തെ റോൾസ് അല്ല. അവർ ഈ കൺവെൻഷണൽ ഓപ്പറേഷൻസ്, അതായത് ഒരു എനിമിയുടെ ഒരു പോസ്റ്റ് പോയി പിടിക്കണം, അപ്പൊ റെയ്ഡ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഒരു ഹൈഡ് ഔട്ടിൽ ഇരിക്കുകയാണ്, അവരെ പോയി ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ഈ ഘാതക്. സാർ നേരത്തെ കാശ്മീരിന്റെ ഒരു അവസ്ഥ, നേരത്തെ അവസ്ഥ പറഞ്ഞിരുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് 370 ആർട്ടിക്കിൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് സാർ അന്നത്തെ കാശ്മീരും ഇന്നത്തെ കാശ്മീരുമായിട്ട് നോക്കുന്ന സമയത്ത് പ്രധാന വ്യത്യാസം എന്താണ്? സനിൽ, വളരെയേറെ മാറ്റങ്ങളുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഞാൻ 99-ലാണ് ആദ്യമായിട്ട് കാശ്മീരിൽ പോകുന്നത്. പിന്നീട് ഞാൻ 2003 വീണ്ടും പോയി. പിന്നീട് ഞാൻ 2013 വീണ്ടും പോയി. പിന്നെ ഈ മൂന്ന് ടൈമും ഞാൻ കാശ്മീർ താഴ്വര തന്നെയാണ് പോയത്. പിന്നെ 2015 ലഡാക്കിലാണ് പോയത്. അന്ന് കാശ്മീരിന്റെ ഭാഗമായിരുന്നു, ഇപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ടെന്യൂർസിൽ ഞാൻ കണ്ട കാശ്മീരിലെ മാറ്റങ്ങൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ 99-ൽ ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്നത്. എന്ന് നിങ്ങൾ പുറത്തിറങ്ങിയാലും അന്ന് അവിടെ വെടിവെപ്പും എൻകൗണ്ടറും നടക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒരു ദിവസം പോലും നമ്മളെ ഫയർ ചെയ്യാത്ത ഒരു ദിവസം ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു സ്ഥലമില്ലായിരുന്നു. അതായത് സൈനികരായിട്ട് നമ്മൾ ഓപ്പറേഷനിൽ പോകുന്ന ചില സ്ഥലത്ത്, കാശ്മീരിലെ ചില സ്ഥലത്ത് വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല. കാരണം വണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ IED ബ്ലാസ്റ്റ് 100% ഉണ്ടാവും. അപ്പൊ ഓർഡേഴ്സ് ആയിരുന്നു നിങ്ങൾ നടന്നേ പോവാം. ഈ ഏരിയയിൽ പോകുമ്പോൾ നിങ്ങൾ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചില രാഷ്ട്രീയ റൈഫിൾസിന്റെ ഒക്കെ ഉള്ളിലെ ഗ്രാമങ്ങളിൽ അവർ ലീവിന് പോകുമ്പോൾ അവർ നടന്നായിരുന്നു അവരുടെ വേറെ പോസ്റ്റിലേക്ക് വരുന്നത്. നമുക്ക് ആ ഏരിയയിൽ എവിടെ ആണെങ്കിലും പൊട്ടാം എന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നതാണ്. നടക്കുമ്പോഴും വേണമെങ്കിൽ അറ്റാക്ക് ഉണ്ടാവും. പക്ഷെ നടക്കുമ്പോ ഈ ഒരു വണ്ടിയിലിരിക്കുമ്പോൾ ഒരു 10-20 പേര് ഒരുമിച്ച് കിട്ടും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പേർക്കും ആയിരിക്കും വരുന്നത്. 20 പേരെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്തിട്ട് മറ്റോ ഇപ്പം ഫയറിംഗ് വന്നാൽ തന്നെ അവർക്ക് കവറൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു റിസ്ക് ഫാക്ടർ അത്രയും കുറയുക. അന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ നടന്ന് പോകുന്നത്. ഇന്റീരിയർ ആയിട്ടുള്ള ചില ഇതിൽ ഞാൻ കണ്ട കാര്യമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി പിന്നീട് നമ്മൾ കൺട്രോൾ ചെയ്ത് വന്നു.
ഈ ടെററിസത്തിനെ ഒരു കൺട്രോൾ ലെവലിലേക്ക് കൊണ്ടുവന്നു. എല്ലാം അങ്ങ് തീർത്തെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ കൺട്രോളിൽ വന്നൊരു സമയമുണ്ട്. കാരണം 99 ഞങ്ങൾ ചെന്ന സമയത്ത് അന്ന് അവിടുത്തെ കശ്മീരികൾ പറഞ്ഞു വെച്ചാൽ ഈ 91, 89, 90 ഈ ഭീകരവാദം തുടങ്ങുന്ന സമയത്ത് അവർ വിചാരിച്ച് ഇനി ഞങ്ങളെ എന്താ പറഞ്ഞ കശ്മീർ ഇൻഡിപെൻഡന്റ് ആയി എന്നുള്ള രീതിയിലേക്ക് വരെ അവർ വന്നിരുന്നു. അത്രമാത്രം ഒരു ശക്തമായിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് നിന്നത് ഇന്ത്യൻ ആർമിയായിരുന്നു. ഇന്ത്യൻ ആർമി അന്ന് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കശ്മീർ നമ്മളെ കയറ്റി ഇരിക്കത്തില്ലായിരുന്നു. അപ്പൊ അന്നത്തെ ആളുകൾ അതായത് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ലിബറേഷൻ കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനിലോട്ട് പോയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ അവരുമായിട്ട് ആ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആളുകൾ അന്ന് പറയുമായിരുന്നു. ഞങ്ങൾ എത്ര വിഡ്ഢികളായിരുന്നു അന്ന് അവർ പറഞ്ഞു വരുന്നത്. സാറേ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നായിരുന്നു പറഞ്ഞു ഞങ്ങളടുത്ത് പറയാൻ. ആദ്യം നിന്ന് 99 വീണ്ടും ഈ ടെററിസം കൂടി. പിന്നീടുള്ള ആ ഒരു ഓപ്പറേഷനിൽ അവർ മാറ്റം കൊണ്ടുവന്നു. അവർ കല്ലേറൊക്കെ വന്നു കണ്ടു കാണുമല്ലോ, സ്റ്റോൺ പെൽറ്റിങ്ങും മറ്റു കാര്യങ്ങളിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 370 വരെയും അത് മാറ്റിയെടുക്കും ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം പറഞ്ഞു വന്നത് ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. എന്ന് പോയാലും പുറത്തു പോയാലും സെക്യൂരിറ്റി ഫോഴ്സസ് ആയാലും ശരി, സിവിലിയൻസ് ആയാലും ശരി, കാഷ്വാലിറ്റി ഉണ്ടാകുന്ന ദിവസമല്ല, ശാന്തമായ അന്തരീക്ഷത്തിലായിരുന്നു. അവിടുത്തെ സത്യം പറഞ്ഞാൽ അവിടുത്തെ കുട്ടികളെ കുറിച്ചൊക്കെ നമുക്ക് സത്യം വളരെ ഇതാണ്. അവർ ബോംബ് കയറും, ഈ നമ്മളിവിടെ ഉത്സവത്തില് പടക്കം അല്ലെങ്കിൽ വെടി വെക്കുന്ന പോലെയാണ് അവിടെ ഡെയിലി വെടിവെപ്പിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഓണറേയും ഒക്കെ ചെയ്യുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ്. അതായത് എപ്പോഴും അവരുടെ മുകളിൽ പ്രഷറും സ്ട്രെസ്ഫുൾ ലൈഫായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പം ആർട്ടിക്കിൾ 370 മാറി. ഇപ്പം അവിടെ വികസനം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത് നമുക്ക് ഇന്ന് ഈ ഭാരതത്തിൽ കിട്ടുന്ന കണക്കുള്ള ഒരു പരിഗണന അവർക്ക് വേറെ എങ്ങും പോയാലും കിട്ടുന്നില്ല. അവിടുത്തെ ആളുകൾ തന്നെ കമ്പയർ ചെയ്യാണ് ഇന്ന് അപ്പുറത്ത് നടക്കുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ POK എന്ത് നടക്കുന്നു, പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നു, ഞങ്ങള് അവിടെ പോവാത്തത് എന്ത് നല്ല ഭാഗ്യം എന്നുള്ള രീതിയിൽ ഇന്ന് അവിടുത്തെ എത്രയോ യൂട്യൂബേഴ്സും ഒക്കെ നമുക്കറിയാം. അവർ അവിടെ നിന്ന് പറയാണ് നോക്കി ഇങ്ങനത്തെ ഒരു സ്ഥിതി. അത് മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പം ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അവിടെ. യഥാർത്ഥത്തിൽ അവിടെ ആളുകൾക്ക് ഈ ഒരു പുകമറ സൃഷ്ടിച്ചിരുന്നു. ആർട്ടിക്കിൾ 370 ഉള്ളത് സമയം വരെ നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ല എന്നുള്ള. അത് മാറിയപ്പോഴത്തേക്ക് വെളിയിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാൻ തുടങ്ങി. വെളിയിലുള്ള ആളുകളും വരാൻ തുടങ്ങി. ധാരാളം നമ്മളിപ്പോ പാരാമുള്ള ട്രെയിൻ നോക്കൂ, എത്രമാത്രം മനോഹരമായിട്ടുള്ള ട്രെയിൻ, വിനോദസഞ്ചരമായിട്ടുള്ള കാര്യം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിനകത്തും മാക്സിമം ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളതിനകത്ത് എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 370 മാറ്റിയതിനകത്ത് ഒരു മൈൻഡ് സെറ്റ് മാറ്റമാണ് നടന്നത്. ചിന്തിക്കുന്ന രീതിയിൽ മാറി. അവരെപ്പോഴും വേറെയാണ്, ഭാരതം വേറെയാന്നുള്ള രീതിയിലേക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രൈം റീസൺ ഈ ആർട്ടിക്കിൾ 370 ആയിരുന്നു. ആർട്ടിക്കിൾ 370 പോയതോടെ ഇന്ന് കേരളത്തിൽ എന്താണ് കിട്ടുന്ന എന്ത് പരിഗണന, അതേ പരിഗണന കശ്മീരിലും കിട്ടുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി ഇത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അത് നടക്കും. അത് എവിടെ കേരളത്തിൽ നടക്കും, അവിടെ നടക്കും. അതിനകത്തൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നുള്ള ഇന്ന് തന്നെ ധാരാളം ആളുകൾ അവിടെ നിന്ന് വിളിക്കാറുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർ വളരെ ഹാപ്പിയാണ്. അവർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവിടുത്തെ യങ്സ്റ്റേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് IPL വരെ കളിക്കാൻ വേണ്ടി കശ്മീരി കുട്ടികൾ വരുന്നതും ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതേ അവസ്ഥ അവർ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈ പാക് ഒക്യുപ്പൈഡ് കശ്മീരിനെ കുറിച്ചും ഈ ആർട്ടിക്കിൾ 370 ഞാൻ 2003 തൊട്ട് 2005 വരെ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്താണ് ഈ ഊരി കമാൻഡ് റോഡ്, അതായത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരുമായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട് പോകാനും അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു അഗ്രിമെന്റ് അന്ന് വാജ്പേയിജിയുടെ സമയത്താണ്. 2005 തൊട്ട് എനിക്ക് 2005 തന്നെയായിരുന്നു. അപ്പം ഇവിടുന്ന് ബസ്സിൽ നമ്മളെ ആളുകൾ അവിടെ പോയി, അവിടുന്ന് ബസ്സിൽ ആളുകൾ ഇങ്ങോട്ട് വന്നു. അതൊരു വലിയൊരു ആഘോഷമായിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പൊ അതിന് ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്. അതിന് എല്ലാ മാസവും പോവാന്നുള്ള രീതി. അത് ഇവിടുത്തെ ബന്ധുക്കൾ തന്നെയാണല്ലോ അവിടുത്തെ ആളുകൾ. അപ്പൊ അവർക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വ്യവസ്ഥ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് പോയവര് അവിടെ പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, സാറേ ഇനി ഞങ്ങൾ മേലാൽ ഇനി അങ്ങോട്ട് പോകാൻ വിടല്ലേ, എന്ത് വന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലേക്ക്. കാരണം അവിടെ ലൈറ്റ് ഇല്ല, അവിടെ കുടിക്കാൻ സാധനമില്ല, അവർക്ക് വെള്ളമില്ല, ഫുഡില്ല, അങ്ങനത്തെ വളരെ ഇതായിട്ട്. ഇവിടെ അവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അന്ന് 2005 കാര്യമാണ്. അത് അവിടുന്ന് കുറെ പേര് വന്നു. ഈ അവിടുന്ന് കുറെ പേര് വന്നത് ഇവിടെ വന്നിട്ട് പിന്നെ അവരെ ഒരു സമയം 20 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ സമയത്ത് ഈ വന്നവരിൽ പകുതി ആളുകൾ കാണുന്നില്ല. അവർ ഇവിടെ വന്നിട്ട് അവർ തിരിച്ചു പോകാതിരിക്കാനുള്ള അവരവിടുന്ന് മുന്നിൽ. കാരണം അവർക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്.
അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും പാകിസ്ഥാൻ ആർമി വന്ന് അവരെ ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ ഈ പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഇവരെ കണ്ടുപിടിച്ച് ഇവരെ തിരിച്ച് അയക്കാൻ വേണ്ടി ഇത് നടന്നത്. കാരണം അവർക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ ഈ 2005 തൊട്ടേ ഈ ഒരു ഫീൽ ആൾക്ക് സത്യം നമുക്ക് എത്ര നാൾ മറച്ചു വയ്ക്കാൻ പറ്റും. അപ്പൊ അവിടെ നടക്കുന്ന ക്രൂരത എന്താണെന്നും ഇവിടെ എന്താണ് നടക്കാത്തതെന്നും അവർക്കറിയാം. നിങ്ങൾ കള്ളം എത്ര പറഞ്ഞാലും സത്യം സത്യം തന്നെ ആയിരിക്കും. ഇവിടെ വലിയ രീതിയിലുള്ള ആളുകളെ പീഡിപ്പിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റോറീസ് ഒക്കെ വരുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ 1-2 കേസുകൾ അവിടെ ഇവിടെയൊക്കെ നടക്കാതെ എല്ലായിടും നടക്കും. അതല്ലാതെ എല്ലാ ജനതയും മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കുന്നുള്ള രീതിയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആർട്ടിക്കിൾ 370 മാറി വന്ന ആ ചിന്തയാണ് മാറി. അതായത് നമ്മളും ഭാരതത്തിന്റെ ഭാഗം തന്നെയാണ്, നമ്മൾ വേറെ മാറി നിൽക്കാനുള്ള ആളുകളല്ല. അപ്പം അത്രമാത്രം കൺസിഡറേഷൻ നമുക്ക് ഗവൺമെന്റ് തരുന്നു എന്നുള്ളൊരു ഫീല് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞ സമയത്ത് ഈ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തുന്നു, ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇന്ത്യക്ക് അകത്തു നിന്നൊരു ചോദ്യം ഉണ്ടായതിന്റെ എവിഡൻസ് എന്ത് ചെയ്യും? ഇതൊരു ദേശീയതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ടാണോ സാർ കാണുന്നത്? ഇന്ത്യക്ക് അകത്ത് തന്നെ ഒരു ചോദ്യം വരും. പാർഷ്യലി യെസ്, അതിൽ പറഞ്ഞ പോലെ ദേശീയതയുടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. അതിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പുൽവാമ നടന്നപ്പം പാകിസ്ഥാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. കാരണം ഉരി അതിന് മുമ്പ് നടന്നപ്പോൾ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു. സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് മാത്രമല്ല, നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു എന്ന് നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പണ്ട് ചെറുതായിട്ടുള്ള രീതിയിൽ നടക്കുമായിരുന്നു, പക്ഷെ നമ്മൾ അതൊന്നും ഒന്നും പറയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനല്ല. ഇപ്പോഴും നമ്മൾ ചെയ്തു, അത് ഞങ്ങളാണ് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് നമ്മളത് പറഞ്ഞു. ഈ പറയുന്ന കാരണം വെച്ചാൽ ഇതൊരു മെസ്സേജാണ്. ഇതൊരു ആളുകൾ വിചാരിക്കും വലിയ എന്തോ ഒരു ഈ ബടായി അടിക്കുന്ന പോലെ അല്ല. ഇതൊരു മെസ്സേജാണ്. നമ്മൾ ചെയ്തു, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി വീണ്ടും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും അടി കിട്ടും എന്നുള്ള ആ മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ നന്നായിട്ട് അറിയായിരുന്നു നമ്മൾ പുൽവാമ ഈ കാഷ്വാലിറ്റീസ് നടന്ന സമയം നമ്മൾ തിരിച്ച് അവരെ അടിക്കും എന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്ങനെ ചെയ്യും എന്നുള്ളത് അവർക്ക് അറിയത്തില്ലായിരുന്നു. എപ്പം ചെയ്യും എന്നുള്ളത് അവർക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഇലക്ഷന്റെ തൊട്ട് മുമ്പായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ആരെങ്കിലും ഇങ്ങനത്തെ റിസ്ക് എടുക്കുമോ എന്നൊക്കെ ഉള്ള കാര്യം അവരെല്ലാം മനസ്സിനകത്ത് കാണും. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? നമ്മളെ എയർഫോഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഈ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തിയത്. അത് ആരും ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ് ആക്ച്വലി. കാരണം എയർഫോഴ്സിനെ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ട്രൂപ്സ് യൂസ് ചെയ്യുന്നതൊക്കെയല്ല എയർഫോഴ്സിനെ യൂസ് ചെയ്യുന്നത്. എയർഫോഴ്സിനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് യുദ്ധമാണ്. നമ്മളിപ്പോ ഒരാള് ഒരു 10 പേര് ടീം, ഒരു ഘാതക് ടീം അപ്പുറത്ത് പോയി അവരുടെ ഏരിയയിൽ പോയി കുറച്ച് അറ്റാക്ക് ചെയ്ത് അവിടെ 10 പേരെ ന്യൂട്രലൈസ് ചെയ്ത് തിരിച്ചു വന്ന് അത് നടക്കും. അപ്പുറത്ത് ഇപ്പുറത്തോട്ടൊക്കെ അത് കൊടുക്കും വാങ്ങലൊക്കെ അവിടെ നടക്കുന്ന സംഭവമാണ്. പക്ഷെ ഒരു എയർഫോഴ്സിനെ യൂസ് ചെയ്ത് നിങ്ങൾ 300 കിലോമീറ്റർ അപ്പുറത്ത് പോയി നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നത് അത് യുദ്ധമാണ്. അതായത് ഒരു എയർഫോഴ്സിന്റെ യൂസ് എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലല്ല, നമ്മളെ ഭാഗത്തുള്ള നമ്മൾ ക്ലെയിം ചെയ്യുന്ന കശ്മീരിലല്ല. നമ്മൾ ആക്ച്വലി സ്ട്രൈക്ക് ചെയ്ത പാകിസ്ഥാനിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലത്താണ്. പാലക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പാകിസ്ഥാനിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. അത് POK-യിലല്ല. POK ആണ് വിവാദ സ്ഥലം, ഡിസ്പ്യൂട്ടഡ് സ്ഥലം. അടുത്തത് പാകിസ്ഥാനാണ്. അങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അത് ഒരു ഫൈറ്റർ പ്ലെയിൻ പോയി ചുമ്മാ ഇട്ടിട്ട് വന്നതല്ല. ഒരു ഫുൾ പാക്കേജ് എന്ന് പറയുന്ന എയർഫോഴ്സിന്റെ പാക്കേജ് എന്ന് പറയുന്നത് അത് 10-12 പ്ലെയിൻ പോയി അതിന് കവർ കൊടുത്ത് പോയി ഒരു ഫുൾ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. ഇങ്ങനെ ഒരു കാര്യം അവർ പ്രതീക്ഷിച്ചില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമായിരുന്നു. അപ്പൊ അവർ തിരിച്ച് അവരുടെ എന്തോ ഒരു ഇത് കാണിക്കാൻ വേണ്ടി അവരും കുറച്ച് പ്ലെയിനെ അടുത്ത ദിവസം അയച്ചു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതിനാണ് നമ്മളെ അഭിനന്ദനൊക്കെ അതിനകത്ത് ആക്ഷനിലൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പം ഇതൊരു നാണക്കേടായിട്ട് പാകിസ്ഥാനിന് തോന്നും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയും വലിയ സൈന്യവും എയർഫോഴ്സ് ഒക്കെ നിന്നിട്ട് നിങ്ങളെ വേറൊരു രാജ്യത്തിലോ ശത്രു രാജ്യമായി നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന അവർ വന്ന് അടിച്ചിട്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞത് പോലുമില്ല എന്ന് പറയുമ്പം അതുമല്ല. അപ്പൊ അവർ ചെയ്തെന്ന് വെച്ചാൽ അവർ വളരെ ടാക്ട്ഫുള്ളി അതിനകത്ത് അവർക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ കള്ളക്കഥകൾ ഉണ്ടാക്കുക എന്ന് പാകിസ്ഥാൻ ആർമി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ. അപ്പൊ അവരെന്ത് ചെയ്തു? കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും 1971 യുദ്ധം അവർ ജയിച്ചിരിക്കുക എന്നുള്ളതാണ് അവരുടെ ധാരണ. ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം അവരെ വെളിയിലായി, അത് അവർക്കാട്ടി നന്നായിട്ട് ഇപ്പം ജീവിച്ച് കാണിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവരെ ബുക്കിൽ വായിച്ചു കഴിഞ്ഞാൽ 1971 യുദ്ധം പാകിസ്ഥാൻ ആർമി തന്നെ ജയിച്ചെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാരണം. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഈ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തിയപ്പം അവര് ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ സമയമായതുകൊണ്ട് അവര് ട്വിറ്ററിലും മറ്റൊക്കെ ഇതൊന്നും നടന്നില്ല, ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ഇവിടെ സ്ട്രൈക്ക് ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രൊപ്പഗാൻഡ അടിച്ചു വിട്ടു. അത് അടിച്ച് വിട്ടത് വളരെ, അതായത് ഈ ചെയ്തതിന്റെ എഫക്ട് അവരുടെ രാജ്യത്തിലും പുറം രാജ്യങ്ങളിലും അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. കാരണം നമ്മളതിന്റെ വിഷ്വൽസ് നമ്മൾ പുറത്തുവിട്ടില്ല. നമ്മൾ ആ
ബോംബ് ചെയ്ത് എത്രമാത്രം കാഷ്വാലിറ്റീസ് ഉണ്ടായെന്നോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ടാണ്. കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും. അതുമാത്രമല്ല, അങ്ങനെ വിട്ടിരുന്നെങ്കിൽ പിന്നെ പാകിസ്ഥാനിന് അവര് എന്തെങ്കിലും പിന്നെ അവർക്കും എന്തെങ്കിലും ഡ്രാസ്റ്റിക് ആയിട്ട് ചെയ്യേണ്ടി വന്നാല്. മനസ്സിലായി? നമ്മളിപ്പോ ഓരോ കാര്യം ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഇല്ല ഈ ഏണി കയറുന്ന പോലാണ്. അതായത് ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പേ എടുത്തോളൂ. ഈ സ്റ്റെപ്പ് തന്നെ എടുക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആ സ്റ്റെപ്പ് എടുത്ത് ഈ വിഷ്വൽസും വീഡിയോ എല്ലാം എടുത്തെങ്കിൽ 2 സ്റ്റെപ്പ് മുകളിൽ പോയാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും കള്ളം പറയാൻ പറ്റത്തില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു വിൻഡോ വിട്ടു നമ്മൾ. അതാണ് അതിന്റെ കാരണം. അല്ലാതെ അതിന്റെ വീഡിയോ കിട്ടാൻ അല്ലെങ്കിൽ വിഷ്വൽസ് കിട്ടാൻ വലിയ പാടൊന്നുമല്ലല്ലോ. പക്ഷെ രാത്രിയായിരുന്നു, അതിന്റെയൊക്കെ ഉള്ള വിഷ്വൽസ് ഉണ്ട്. പക്ഷെ നെക്സ്റ്റ് ടൈം എനിക്കൊന്നും ഷുവർ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അത് ഇവിടെയും ചെയ്യും. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. പക്ഷെ നമ്മുടെ ഭാരതത്തില് ചില രാഷ്ട്രീയക്കാരുണ്ട്. അവരുടെ രാഷ്ട്ര താല്പര്യത്തിന് ഉപരി അവർ രാഷ്ട്രീയ താല്പര്യം മാത്രം നോക്കുന്ന ആളുകളുണ്ട്. അതിന് ഞാൻ ആരെയും പേരെടുക്കുന്നില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും. അവർക്ക് അതൊരു വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് പൊളിറ്റിക്കൽ അജണ്ടയാക്കി മാറ്റി. അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞപ്പം നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തെളിവെന്തിയെ എന്ന് ചോദിക്കാൻ തുടങ്ങി. കാരണം ആ സമയമായിരുന്നു 2019 ഇലക്ഷന് തൊട്ട് മുമ്പുള്ള സമയമായതുകൊണ്ട് അത് രാഷ്ട്രീയപരമായിട്ട് തിരിച്ചടിയാവും എന്നുള്ള തോന്നുന്ന ആളുകൾക്ക് ആ തെളിവെന്തി എന്നുള്ള രീതിയിലേക്ക് ചോദിക്കാൻ തുടങ്ങി. വളരെ അൺഫോർച്ചുനേറ്റ് ഉള്ള കാര്യമാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജനറൽ ധൻവ ആയിരുന്നു അന്ന് ചീഫ്. അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടക്കുകയാണ്. അപ്പൊ നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന് ചോദിക്കുകയാണ് ഇങ്ങനെ നടന്നു അങ്ങനെ. എന്നിട്ടാണ് അവരടുത്ത് ചോദിക്കുന്നത് എവിടെയാണ് പ്രൂഫ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ പണി പ്രൂഫ് തരല്ല, എന്റെ പണി എനിക്ക് ഏൽപ്പിച്ച ജോബ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്റെ കുട്ടികൾ പോയി അത് അവിടെ എവിടെ സ്ട്രൈക്ക് ചെയ്യേണ്ടുള്ള സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തുമാത്രം കാഷ്വാലിറ്റീസ് ഉണ്ടോ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി പ്രൂഫ് അന്വേഷിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 വശവും കിട്ടുന്നുണ്ട് അല്ലെ. ഒരു വശത്ത് ഇസ്രായേൽ ഭയാനകമായിട്ട് ഗാസയിൽ സിവിലിയൻസിനെ കൊന്നു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. കുറെ കാലം അത് സത്യമാണ്. മറുവശത്ത് ഇസ്രായേൽ രാജ്യത്തിനുള്ളിൽ ഈ ഹമാസ് ഭീകരവാദികൾ ചെന്ന് വലിയ രീതിയിലേക്കുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാക്കി, അതിലും കുറെ വാസ്തവമുണ്ട്. അപ്പം ഈ ഓപ്പറേഷൻ നടക്കുമ്പം ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനെ വരുമ്പം ഇന്നത്തെ അതിന് ഇൻഫർമേഷൻ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഏജിൽ ആരാണോ ബെറ്റർ ആയിട്ട് ഈ കഥ പറയുന്നത്, ആരാണോ ബെറ്റർ ആയിട്ട് ഇത് അവതരിപ്പിക്കുന്നത്, അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അന്ന് ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് ഈ തെളിവ് എവിടെ എന്നുള്ളത് പാകിസ്ഥാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഏറ്റുപിടിച്ചത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചില രാഷ്ട്രീയക്കാരും ചില പത്രക്കാരും. ഇപ്പൊ നമ്മളിപ്പോ പ്രതിഷേധത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് അത്തരത്തിൽ ഇന്ത്യക്കകത്തൊരു പ്രതിഷേധമായിരുന്നു അഗ്നിവീർ പദ്ധതിയെ കുറിച്ച്. ഇന്ത്യക്കകത്തൊരു പ്രതിഷേധം നടന്നു. ഇതൊരു ജവാൻ എന്നുള്ള രീതിയിൽ ഈ അഗ്നിവീർ പദ്ധതി ഇന്ത്യക്ക് ഗുണകരം തന്നെയാണ്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനൊരു മുൻ സൈനികൻ അല്ലെങ്കിൽ ഒരു മുൻ കമാൻഡിങ് ഓഫീസർ എന്നുള്ള നിലയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും അഗ്നിവീർ എന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ അഗ്നിപത് സ്കീം എന്ന് പറയുന്ന ആ ഒരു സ്കീമിനെ ഞാൻ അനുകൂലിച്ചു തന്നെയാണ് കാണുന്നത് ഇപ്പോഴും. കാരണം അതിന്റെ ഈ അഗ്നിപത് എന്തിനാ കൊണ്ടുവന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. ഒന്നാമത് നമ്മുടെ സൈന്യം എപ്പോഴും ചെറുപ്പക്കാരുടെ സൈന്യമായിരിക്കണം. ഒരു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 25, 26 അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് യുദ്ധത്തിൽ നല്ല രീതിയിൽ ചെയ്യാം. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈവൻ ഒരു ക്രിക്കറ്റ് കളിയാണെങ്കിൽ തന്നെ അതിനകത്ത് ഏറ്റവും ചെറുപ്പക്കാരായിട്ട് നിൽക്കുന്നവരാണ് എപ്പോഴും വേണ്ടത്. അപ്പൊ അത് സൈന്യത്തിലാകുമ്പോൾ അതിലും അതിനാണ് ജവാൻ എന്ന് പറയുന്നത്. ജവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ആവറേജ് ഏജ് കൂടി വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറയ്ക്കണമെങ്കിൽ പെട്ടെന്ന് ആളുകൾ മാറിയാൽ മാത്രമേ അത് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു പ്രായമേറിയ ഒരു സൈന്യമായിട്ട് മാറും. ഇതിപ്പോ ലോകത്തുള്ള എല്ലാ സൈന്യവും അവരുടെ ഏജ് കുറച്ചുകൊണ്ട് വരികയാണ്, എല്ലാ സൈന്യവും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളും അത് ചെയ്തത്. ഒന്ന്. രണ്ടാമത് പഴയ ബ്രിട്ടീഷ് കാലത്തിന്റെ കുറെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ തുടർന്നുണ്ടായിരുന്നു. അന്ന് എങ്ങനെയായിരുന്നോ ജവാന്മാരെ റിക്രൂട്ട് ചെയ്തത്, അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നമ്മൾ 75 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സിസ്റ്റം പണ്ട് സക്സസ്ഫുൾ ആയിരുന്നു, ഇപ്പോഴും അതേ രീതിയിൽ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ കാര്യവും അല്ല, കുറെ കാര്യങ്ങളിൽ നല്ലതുകൊണ്ട്, പക്ഷെ കുറെ കാര്യങ്ങൾ മാറ്റം അനിവാര്യമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റമാണ് അഗ്നിപത് സ്കീമിലുകൾ വരുന്നത്. മൂന്നാമതായിട്ട് നമ്മളെ സമൂഹത്തിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ഈ കുട്ടികൾ, ഇപ്പം എനിക്കറിയാം 25% കുട്ടികൾ മാത്രമേ അവരെ അബ്സോർബ് ചെയ്യത്തുള്ളൂ. 100 കുട്ടികൾ പോയാൽ 25% കുട്ടികളെ ബാക്കി കുട്ടികൾ പുറത്തു വരും. ഈ വരുന്ന കുട്ടികളൊക്കെ അവരുടെ ഈ 5 വർഷത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നാട്ടിൽ കിട്ടാവുന്നവരിൽ ഏറ്റവും നല്ല ഒരു എഡ്യൂക്കേഷൻ ആൻഡ് ജോലി. ആൻഡ് ഒരു സനിലൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാകും.
ഒരു വ്യക്തിക്ക് 10-12 ലക്ഷം രൂപ കിട്ടുകയും നല്ലൊരു സാലറി കിട്ടുകയും 5 വർഷത്തേക്കുള്ള ഒരു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തും ചെയ്യാം, പഠിച്ച് വീണ്ടും വേറെ ജോലിക്ക് പോവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പല പ്രാരാബ്ദങ്ങളൊക്കെ മാറ്റാം എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുമാത്രമല്ല സമൂഹത്തിലേക്ക് ഈ കിട്ടിയ ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടികളാണ് പുറത്തോട്ട് വരുന്നത്. അത് സോഷ്യൽ ആയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ആർമി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ യങ് ആയിട്ടുള്ള ഒരു ആർമി വേണം. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി ഇത് തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ യാതൊരു വ്യവസ്ഥയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഒരു കാരണം നമ്മളെ ടെക്നോളജി മാറി, നമ്മളെ കംപ്ലീറ്റ് എക്യുപ്മെന്റ് മാറി, നമ്മളിന്ന് ഇന്റർനെറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയ അങ്ങനത്തേക്ക് കുറെ ധാരാളം മാറ്റം വരുമ്പോൾ നമ്മളെ ഹ്യൂമൻ റിസോഴ്സസ് അതിന് മാത്രം ഒരു മാറ്റം ഇത്രയും വർഷങ്ങളായിട്ട് വന്നില്ലെങ്കിൽ അത് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഓപ്പറേഷൻസിന് അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സംബന്ധിച്ചോളം ഒരു അനിവാര്യമായിട്ടുള്ള മാറ്റമാണ്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ ഞാനിപ്പം എന്റെ ബറ്റാലിയനിൽ പോയപ്പോൾ അവിടുത്തെ അഗ്നിവീറുമായിട്ട് നമ്മൾ ഇടപെടുകയും അവിടുത്തെ ഓഫീസേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ നല്ല മതിപ്പാണ് ഈ കുട്ടികളെ കുറിച്ച്. ഇപ്പൊ വന്നിട്ടുള്ള ഒരു നല്ല ടാലന്റ് ആണ് വന്നത്. അവരുടെ പെർഫോമൻസും വളരെ നല്ലതാണ്. ചിലർക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇത്ര ചെറിയ ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ഒക്കെ ചെയ്യും. അങ്ങനൊന്നുമല്ല. അവർ ആ ബറ്റാലിയനിൽ നിന്ന് അവർ ട്രെയിനിങ് എല്ലാ ദിവസത്തെയും പ്രോസസ്സാണ്. ഒരു ദിവസം മാത്രമല്ല ട്രെയിനിങ്, അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, അങ്ങനല്ല. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെയും ഭാഗമാണ്. അപ്പൊ അതിനകത്ത് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഫുൾ ഇമ്പാക്ട് കാണണമെങ്കിൽ കുറച്ച് നാളും കൂടെ വരണം. ഡെഫിനറ്റ്ലി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണമെങ്കിൽ അത് ആർമി ചെയ്യും. അവരത് പഠിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം 2 വർഷം ഒക്കെ ചെയ്യുമ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരണമെങ്കിൽ അത് മാറ്റും. അതിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാശ്മീരിനെയും പാകിസ്ഥാനെ കുറിച്ച് സംസാരിക്കുന്നത് അതിനപ്പുറമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറിന്റെ പ്രിന്റിലോ മറ്റിലോ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബോർഡർ പേപ്പറിലും ഇല്ല, മാപ്പിലും ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരിക്കലും അവസാനിക്കില്ല എന്നാണോ അതിനർത്ഥം? അവസാനിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നത്തിങ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പോലെ. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടാണ്, നമ്മളെ ഇപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് വളരെ ഡെലിക്കറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. കാരണം നേരത്തെ സനിൽ പറഞ്ഞ പോലെ അവിടെ ബോർഡേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാപ്പിൽ എന്തെങ്കിലും ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ സ്ഥലം എവിടെയാണെന്ന്, ചൈനീസിന് ചൈനീസ് സ്ഥലം എവിടെയാണെന്ന്. ഞാനൊരു മാപ്പ് വരച്ച് എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ചൈനീസ് ഒരു മാപ്പ് വരച്ച് അവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല അവരുടെ ഭാഗം എവിടെ വന്ന്, അവർക്കറിയത്തില്ല ഞാൻ എവിടെ വരാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം. ഒഫീഷ്യലി ഒന്നുമില്ല. ഒഫീഷ്യലി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്സ് പോലും അവര് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. ഏറ്റവും അടുത്ത എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കണ്ട് ചൈനീസ് ഇങ്ങനെ മാപ്പ് കൊടുത്ത് അവര് നോക്കി തിരിച്ചു തന്നു. അത്രേ തന്നിട്ടുള്ളൂ. അതും അൺഒഫീഷ്യൽ ആയിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പൊ അവർക്ക് അവർ മനഃപൂർവ്വം അത് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം അവരെ സംബന്ധിച്ചോളം ഈ ഒരു ബോർഡർ ഇഷ്യൂ ലൈവായി നിർത്താൻ അവർക്ക് താല്പര്യമുണ്ട്. കാരണം ഇന്ത്യ വളരരുത് എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കുണ്ട്. അവരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് വളരാൻ പറ്റത്തില്ല. അതൊരു നാച്ചുറലി ഒരു 2 സ്റ്റേറ്റ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ US-ഉം ചൈനയും തമ്മിലുള്ള കോമ്പറ്റീഷൻ. US-ന്റെ ഒരു ധാരണയുണ്ട് ചൈന വളർന്നു കഴിഞ്ഞാൽ US-ന് ഒരു ത്രെട്ടാണ്. അതേപോലെ ചൈനയ്ക്ക് തോന്നലുണ്ട് ഇന്ത്യ വളർന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് നാളെ ഒരു ത്രെട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്തൊക്കെ ചെയ്യും നമ്മൾ വളരാതിരിക്കാനുള്ള അതിന്റെ ഒരു ഭാഗമാണ് ഈ ബോർഡറിലുള്ള ഈ ഇഷ്യൂ, ഈ അതിർത്തി പ്രശ്നം എപ്പോഴും ലൈവ് ആക്കി വെക്കുക എന്നുള്ളത്. അത് അവരുടെ ഒരു താല്പര്യമാണ്, അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക്, അല്ലെങ്കിൽ അത് രണ്ടുപേരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇത്രയും ഭാഗത്തിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഉണ്ട്, ഇത്രയും ഭാഗത്ത് നമുക്ക് ഡിസ്പ്യൂട്ട് ഇല്ല, പക്ഷെ നമുക്ക് ഒരു ധാരണയുണ്ട് ഇത് രണ്ടുപേരും നമ്മളെ ഇത്ര ഏരിയ ആണ്, ഇവിടെ ആരും വരരുത്, നിങ്ങളും വരത്തില്ല ഞങ്ങളും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാഷ് നടക്കത്തില്ല. പക്ഷെ അതിന് പോലും അവർ തയ്യാറല്ല. കാരണം അവർക്ക് ഇത് ലൈവായിട്ട് വെക്കാനുള്ളതാണ്. അപ്പൊ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ പല കാരണങ്ങളിൽ കൊണ്ടും ഇപ്പൊ ചൈനയിലുള്ള എല്ലാ കാര്യവും വളരെ നീറ്റായിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റിലല്ല ഇപ്പം ഉള്ളിൽ. അവിടെയും പല പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇപ്പം ഷീ ജിൻപിങ്ങിന്റെ അദ്ദേഹത്തിന്റെ ഒരു റൂൾ, അവർ പണ്ട് ചൈനീസ് കമ്മ്യൂണിസം എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ വലിയ രീതിയിലേക്കുള്ള കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന് ചൈനയുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഒരു നിയർ ഫ്യൂച്ചറിൽ എനിക്കൊരു പരിഹാരം അതിനകത്ത് കാണുന്നില്ല. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് 1962 ഇന്ത്യ അല്ല എന്ന് ഇപ്പൊ പറയാറുണ്ട്. അത് സൈക്കോളജിക്കൽ സൂപ്പർമൈസി തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിനെ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം 1962 നമുക്ക് ഒരു ഏരിയയിൽ ഒരാളായിരുന്നു നിന്നെങ്കിൽ, ഇപ്പൊ ബോർഡറിൽ 1962 ഒരു ഏരിയയിൽ ഒരാളാണ് നിന്നെങ്കിൽ ഇന്ന് അവിടെ ഏകദേശം ഒരു 500 പേര് നിൽക്കുന്നുണ്ട്. ഏകദേശം ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. അതാണ് വ്യത്യാസം. നമ്മൾ ഈ മാൻ പവറിന്റെ ഏകദേശം കണക്കാണ്, ബ്രോഡ് കണക്കാണ്. ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ഏകദേശം 500 ആളുകൾ അവിടെ നിൽപ്പുണ്ട്. അവിടെ പണ്ട് ഒരു റോഡ് പോലും അവിടെ എത്താൻ വേണ്ടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് റോഡ് അവിടെ വരെ വരുന്നുണ്ട്.
പണ്ട് എയർഫോഴ്സ് ഉപയോഗിച്ചേ ഇല്ലായിരുന്നു. നമ്മൾ 62 യുദ്ധത്തിൽ നമ്മൾ എയർഫോഴ്സ് എന്നുള്ള ഒരു സാധനം ഉപയോഗിച്ചതേ ഇല്ല. അത് വളരെ അതിശയമാണ്, പലർക്കും അറിയാം, പലർക്കും അറിയുന്നില്ല. അന്ന് എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മളെ ഈ സ്റ്റോറി വേറെ ആണ്. കാരണം അവർക്ക് എയർഫോഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ചൈനയുടെ ഈ തിബത്ത് ഏരിയയിൽ അവരുടെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ്. അപ്പൊ അവിടുന്ന് എയർഫോഴ്സ് പ്ലെയിൻ പറക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാപ്പബിലിറ്റി ഉള്ളൂ. അതിന്റെ നമുക്ക് താഴെയാണ്, നമുക്ക് താഴെ പറന്ന് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ അവരെ തരിപ്പണമാക്കായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തില്ല 62. പക്ഷെ ഇന്ന് നമ്മളെ എയർഫോഴ്സ് റഫാൽ പോലത്തെ യുദ്ധവിമാന മറ്റെല്ലാം ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പെട്രോളിംഗ് ചെയ്യുന്നുണ്ട്. നമുക്കതുണ്ട്. നമ്മളെ ആർട്ടിലറി ഗൺസ് അവിടെ ഉണ്ട്. നമ്മളെ ബാക്കിയുള്ള മിസൈൽ സിസ്റ്റംസ് എല്ലാം അവിടെ ഉണ്ട്. നമ്മളെ ഇന്ന് UAV ആയാലും അവിടെ ഉണ്ട്. അപ്പം പല രീതിയിലുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇന്ന് അവിടെ സജ്ജമാണ് ഈ ഏരിയയിലുള്ള. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ശരി, മാൻ പവർ ആയാലും ശരി, അവരുടെ ഇപ്പൊ നമ്മളെ സ്ട്രൈക്ക് ഫോഴ്സ് തന്നെ. ഓക്കെ, നമ്മളിപ്പോ മൗണ്ടൻ സ്ട്രൈക്ക് ഫോഴ്സ്, അതായത് പണ്ട് നമ്മൾ വളരെ ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നിന്ന് മാറി ഇന്ന് നമുക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സസ് അവിടെ ഉണ്ട്. ഇത് കൂടാതെ നേവിയുടെ റോളും ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഓഷ്യൻ, ഇപ്പൊ നിങ്ങൾ ഹിമാലയയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നേവി ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു നേവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നേവി ഈ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചൈനീസിനെ വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാം. അപ്പൊ അതൊരു മാറ്റമാണ്. 62 അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1962 അല്ല ഭാരതം എന്നുള്ളത്. അതുപോലെ നമ്മളെ എക്കണോമിക് സ്ഥിതി നോക്കുക. ഏതെങ്കിലും ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്കണോമിക് പവറും കൂടെ വേണം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു എക്കണോമിക് മൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് 1962 ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്നുള്ളത്. അത് വളരെ ക്ലിയർ ആയിട്ട് അവർക്കും അറിയാം, നമുക്കും അറിയാം. ഈ 1979 ശേഷം ചൈനയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു, അവർക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു നാണക്കേടോ അല്ലെങ്കിൽ ഇഞ്ചുറിയാണ്, കാഷ്വാലിറ്റി ഒക്കെയാണ് ഈ ഗാൽവാൻ സംഭവം. ആ സമയത്ത് സാർ അവിടെ ഉണ്ട്. ഗാൽവാൻ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഗൽവാൻ നടന്ന സമയത്ത് ഞാൻ ഇല്ലായിരുന്നു. പക്ഷെ ആ ഏരിയ എനിക്കറിയാം. കാരണം അതിന്റെ നോർത്ത് ബാങ്കിലായിരുന്നു ഞാൻ കമാൻഡിംഗ് ഓഫീസറായിട്ട് നിന്ന സ്ഥലമാണ്. ഗൽവാൻ എന്ന് പറയുന്നത് അത് എഗെയിൻ ഞാൻ ആ ലേഖനത്തിൽ തന്നെ എഴുതിയതുപോലെ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഒരു തർക്കം നടക്കുമ്പോൾ ആരുടെയാണ് എന്നുള്ളൊരു എപ്പോഴും തർക്കം നടക്കും. അപ്പൊ ആ തർക്കത്തിന്റെ പ്രോബ്ലമാണ് അന്ന് അവിടെ 2020 ഇപ്പം വരെ ഈ നിമിഷം വരെ അവിടെ രണ്ട് സൈന്യം അവിടെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ പണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെട്രോളിങ്ങിന് പോകും, അവർ വരും, അവർ പറയും ഇത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ല, അപ്പൊ ഞങ്ങൾ തിരിച്ചു വരും. പിന്നെ അവർ വരുമ്പോൾ ഞങ്ങൾ പറയും. അങ്ങനെയൊക്കെയുള്ള അങ്ങോട്ട് സംസാരമൊക്കെ പിന്നെ ചിലപ്പോൾ ഉദ്ദ തള്ളുവാവും, ചിലപ്പോൾ അടിയാവും. അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പണ്ട് നടക്കും, ഞങ്ങളെ സമയത്ത് നടക്കുമായിരുന്നു. അപ്പൊ ഈ ഗൽവാൻ നടക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ചർച്ച നടന്ന് ആ സ്ഥലത്ത് നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്ത്, രണ്ട് ചൈനീസും ഡിസൈഡ്, ഇന്ത്യൻസ് ഡിസൈഡ് ചെയ്ത് അതിനെ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ആണ് പോകുന്നത്. ബിക്കോസ് നിങ്ങൾ ഏത് തീരുമാനം എടുത്താലും, പ്രൈം മിനിസ്റ്റർ എടുത്താലും, ഫോറിൻ മിനിസ്റ്റർ എടുത്താലും, ജനറൽമാർ എടുത്താലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഗ്രൗണ്ടിലാണ്. അപ്പൊ അത് അവരാണ് ഏറ്റവും ലാസ്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് സന്തോഷ് ബാബുവും അവരുടെ ടീമും ഒരു ടെന്റിനെ ചൊല്ലിയുള്ള ഒരു സംഭവം വരുന്നത്. അതായത് ഈ ആ തർക്കഭൂമിയിൽ നിന്ന് ആ ടെന്റ് മാറ്റണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് കാരണം കൊണ്ടോ ആ തീരുമാനം താഴിലുള്ള ചൈനീസിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒന്നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനഃപൂർവ്വം ചെയ്യാത്താവാം, അതല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്ത് കാരണം വെച്ചാൽ അവിടെ നിന്നാണ് ആ തർക്കം തുടങ്ങുന്നതും ആ തർക്കത്തിന്റെ ഒരു ഇതില് വന്നിട്ടാണ് സന്തോഷ് ബാബുവും അവിടുത്തെ മറ്റ് ജവാന്മാരെ അഗെയിൻസ്റ്റ് ആയിട്ട് അവർ വളരെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതിന് തിരിച്ചടിയായിട്ട് നമ്മളും അവർക്ക് ഭയങ്കരമായിട്ട് നമ്മളും റിയാക്ട് ചെയ്ത് അവരുടെ ഏകദേശം 50ഓളം സൈനികർ അവരുടെയും കാഷ്വാലിറ്റീസ് ഉണ്ട്. ഇത് US തന്നെ റിപ്പോർട്ടാണ്, നമ്മളെ റിപ്പോർട്ടല്ല. നമുക്കും 20ഓളം നമ്മളെ സൈനികരായിട്ടുണ്ട്. അപ്പം വിയറ്റ്നാം വാർ കഴിഞ്ഞു 1979 കഴിഞ്ഞിട്ട് അവരുടെ ഒരു കാഷ്വാലിറ്റീസും ഓപ്പറേഷൻസിൽ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ സനിൽ, അന്ന് നടന്ന ഗൽവാൻ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നീട് ഒരു പ്രശ്നം ചൈനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ ആ ഒരു സൈക്കോളജിക്കൽ എഫക്ട് എന്ന് പറയുന്നത്. അന്ന് ഗൽവാൻ കഴിഞ്ഞ് രണ്ടുപേരും പിന്നീട് പലപ്പോഴും കൂടെയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് ഇതുപോലെ ഒരു ഫ്ലെയർ അപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വയലൻസ് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് തന്നെ ഒരു മെസ്സേജ് അല്ലേ?